കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട ക്യാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു. മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജും കാസർഗോഡ് ചെറുപുഴ സ്വദേശി ജോയലുമാണ് മരിച്ചത്. വടകരയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയാകുന്നുണ്ടോ? പോലീസ് നിഗമനം എന്താണ്? പ്രവിത, നമ്മളിപ്പോൾ ഉള്ളത് വടകരയിലാണ്. ഈ സംഭവത്തിൽ നിലവിൽ അസ്വാഭാവികത ഇല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതായത് കണ്ണൂരിൽ ഈ വിവാഹത്തിന് പോയ ആളുകളെ അവിടെ ഇറക്കിയ ശേഷം തിരികെ വരുന്നു. അതിനിടയിൽ വിശ്രമിക്കാനായി ഈ വാഹനം ഈ ദേശീയപാതയ്ക്ക് വഴിയരികിൽ തന്നെ നിർത്തിയിടുന്നു. ഇതിനിടയിൽ എസിൽ നിന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് രണ്ടുപേരും മരിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ മരിച്ച രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെറുപുഴ സ്വദേശിയായ ജോയലാണ്, മറ്റൊന്ന് വണ്ടൂർ സ്വദേശിയായ മനോജാണ്. ഈ രണ്ടുപേരും ഈ വാഹനത്തിന്റെ ഡ്രൈവറും മറ്റൊന്ന് ക്ലീനറുമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം, ഫോറൻസിക് സംഘം ഇന്ന് എന്തായാലും എത്തില്ല, നാളെ ആയിരിക്കും ഫോറൻസിക് സംഘം ഇവിടെ എത്തുക. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാകും ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക എന്നാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ സംഭവം അറിഞ്ഞ് ഇവിടെ നിരവധി നാട്ടുകാരും ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വടകര പോലീസും സംഭവ സ്ഥലത്തുണ്ട്. രണ്ട് മൃതദേഹമാണ് ഈ വാഹനത്തിനുള്ളിലുള്ളത്. ഒന്ന് ഈ ഡോറിൻ്റെ സമീപത്ത് തന്നെ വാതിൽപ്പടിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ അകത്താണ്. അകത്ത് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം നടത്തിയ പരിശോധനയിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് മറ്റ് അസ്വാഭാവികതയില്ല. രാഹുൽ, മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്? എത്ര ദിവസമായി വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു? പ്രവിത, ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ സംഭവ സ്ഥലത്ത് ഈ വാഹനം നാട്ടുകാർ കാണുന്നത്. ഇന്നലെ രാവിലെ ഈ വാഹനം ഈ വഴിയരികിൽ ഒതുക്കിയിടുന്നു. വിശ്രമിക്കാനായി ഇവർ ഈ വാഹനം ഇവിടെ നിർത്തിയിടുന്നു. പക്ഷേ ഇന്ന് വൈകിട്ടായിട്ടും ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാതെ വന്നതോടെയാണ് നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടാവുകയും വടകര പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം വടകര പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ഈ വാഹനം തുറന്നു നോക്കുമ്പോഴാണ് ആദ്യം ഒരു മൃതദേഹം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ കിടക്കുന്നതാണ് ഒരാളുടെ മൃതദേഹം. മറ്റൊന്ന് അതിൻ്റെ അകത്താണ് മറ്റൊരു മൃതദേഹമുള്ളത്. ഈ വാതിൽ തുറന്നപ്പോഴാണ് ആദ്യം ഒരു മൃതദേഹം കാണുന്നതും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്നത്. എന്തായാലും പ്രവിത, അതിദാരുണമായ സംഭവമാണ്. എസിയിൽ നിന്നും വിഷവാതകം ശ്വസിച്ചാണ് രണ്ടുപേർ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നാളെ ആയിരിക്കും നടക്കുക. ഫോറൻസിക് സംഘത്തെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോറൻസിക് സംഘം നാളെ ആയിരിക്കും ഇവിടെ എത്തുക. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാകും. രാഹുൽ, ആരുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിത്? അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമാകുന്നുണ്ടോ? പ്രവിത, ഈ വാഹനം പൊന്നാനി RTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാസറിൻ്റെ പേരിലുള്ളതാണെന്നാണ് നമ്മൾ RTOയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആദ്യഘട്ടത്തിൽ പോലീസ് രണ്ട് രീതിയിലുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. ഒന്ന്, വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹന ഉടമ ഈ പൊന്നാനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാസറിൻ്റെ വാഹനമാണെന്ന് തിരിച്ചറിയുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിലും ആദ്യം കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് KL 54P 1060 എന്ന വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. വാഹന ഉടമ തന്നെയാണ് പോലീസിനോട് ഈ വിവരങ്ങൾ പറഞ്ഞത്. അതായത് പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് വിവാഹ പാർട്ടിയായിട്ട് പോയതാണ് ഈ വാഹനം. ഈ കണ്ണൂരിൽ നിന്നും അവിടെ ആളുകളെ ഇറക്കിയ ശേഷം ഇവിടേക്ക് വരുമ്പോൾ യാത്രയുടെ ക്ഷീണത്തിൽ വാഹനത്തിലുണ്ടായ രണ്ടുപേരും വിശ്രമിക്കാനായി ഇവിടെ നിർത്തിയത്. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് വിവരം വാഹന ഉടമ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വാഹനത്തിൽ മരിച്ച രണ്ടുപേരുടെയും ബന്ധുക്കൾ ഇന്നലെ രാത്രി കൂടി ഇവരുമായി സംസാരിച്ചതാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇന്നലെയും സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയായിരിക്കാം ഒരുപക്ഷെ വിശ്രമിക്കുന്നതിനിടെ ഈ മരണം സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാളെയായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും മാറ്റുക. പ്രവിധ.